ഹലോ, അപ്പോൾ നമുക്ക് നേരത്തെ നിർത്തിയെടുത്തുനിന്ന് തന്നെ തുടങ്ങാം. ഇത് പൊന്മുടി റെയിൻബോ ഫോറസ്റ്റ് സ്റ്റേ ആണ്. താഴെ 3 ബെഡുകളുണ്ട്, 2 ബാത്റൂമും പുറകിലായിട്ട് ഒരു വിശാലമായ ബാൽക്കണിയും ഉണ്ട്. ഇഷ്ടം പോലെ കുരങ്ങന്മാരുള്ളത് കൊണ്ട് തന്നെ വിൻഡോസ് ഒന്നും നമുക്ക് തുറന്നിടാൻ പറ്റത്തില്ല. മേളിൽ ഇതുപോലെ എക്സ്ട്രാ 3 ബെഡും ഇട്ടിട്ടുണ്ട്. അവിടെയും ഉണ്ട് ഒരു ബാൽക്കണി. 12 പേർക്ക് സ്റ്റേ മാത്രമാണെങ്കിൽ 6000 രൂപയും താഴത്തെ കിച്ചൺ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു 500. AC, ഫാൻ, ഫ്രിഡ്ജ് ഇതെല്ലാം ഉണ്ട്. വന്ന പാടെ തന്നെ നല്ല വിശപ്പായതുകൊണ്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ടിരുന്നു. ലഞ്ച് കഴിഞ്ഞാൽ ഇതിന് തൊട്ടടുത്തായിട്ട് നല്ല അടിപൊളി ഒരു വാട്ടർഫോൾ ഉണ്ട്. വാട്ടർഫോൾ എന്ന് പറയാൻ പറ്റത്തില്ല, അതിൻ്റെ ഒരു കൈവഴി. കൊണ്ടുവന്ന ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കെട്ടിപ്പിറക്കി ഇറങ്ങുന്നത് ദേ അങ്ങോട്ടേക്കാണ്. തിരിച്ച് തോർത്തി കയറാനായിട്ടുള്ളതും പിന്നെ വണ്ടിയിൽ നിലു ഛർദ്ദിച്ച് ഡ്രസ്സും ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഈ പോകുന്നത്, അവിടെ നിന്ന് അലക്കാനായിട്ട്. ആകെ നനഞ്ഞാൽ കുളിരില്ല എന്നാണല്ലോ. വി എൻജോയ്ഡ് എ ലോട്ട് ഹിയർ. ഇവിടെ നമ്മൾ പേ ചെയ്ത ഈ 6000 രൂപ കൊടുത്താലും പോരാ, അത്രയ്ക്ക് വൈബായിരുന്നു മഴയും ഈ ഒരു അരുവിയും. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഈ ഒരു കോട്ടൺ നൈറ്റ് വെയർ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. പോക്കറ്റൊക്കെ ഉണ്ട്, ബാക്കിൽ അത്യാവശ്യം ഇറക്കവും ഉണ്ട്. എനിക്ക് മീഡിയം സൈസ് കറക്റ്റാണ്. ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ലെഫ്റ്റ് സൈഡിൽ താഴെ കൊടുത്തേക്കാം. ഇവിടെ വന്ന് അടുത്ത ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിലൂനിതേ കുറച്ച് ഏത്തക്കാപ്പൊടി കുറുക്കിയെടുക്കുവാണ്. അവൻ്റെ അമൃതം എടുക്കാൻ മറന്നുപോയി. പിന്നെ വഴിയിൽ നിന്ന് ഏത്തക്കാപ്പൊടി മേടിച്ചു. ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കനൊക്കെ മിനിയാൻ്റെ അരപ്പ് പുരട്ടിയും വെച്ചു. എൻ്റെ നൈറ്റ് വെയറിൻ്റെ കൂടെ തന്നെ ഞാൻ ഇവന്മാർക്ക് 2 പേർക്കും 2 ജോഡി നൈറ്റ് വെയർ മേടിച്ചിരുന്നു. അതാണ് ഇപ്പോൾ ഈ കാണിച്ചത്. ഈ ഒരു പീസ് ഉറങ്ങിപ്പോയി, അവിടെ പൊതിഞ്ഞു കിടത്തിയേക്കുക. പിന്നെ ഗ്രില്ല് ചെയ്യാൻ നേരത്ത് തീ പിടിപ്പിക്കാനായിട്ട് ഇവിടുന്ന് ഒരു ചേട്ടൻ തന്നെ വന്ന് നമുക്ക് ഹെൽപ്പൊക്കെ ചെയ്തു തന്നു. ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ആസ്ഥാന ഗ്രില്ലൻ, വന്നു കയറിയ മരുമകൻ. എവിടെ ഈ പരിപാടി ഉണ്ടെങ്കിലും കോഴി ചുടുന്നത് അലനായിരിക്കും. വൈകുന്നേരം ഇട്ട ചായയുടെ ബാക്കി കുറച്ചിരിപ്പുണ്ടായിരുന്നത് ആ ഒരു ഗ്യാപ്പിൽ ഞാനങ്ങ് ചൂടാക്കി കുടിച്ചു. ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ മേലെ വെച്ച് തന്നെ കൊച്ചുപ്പ കുറച്ച് ചപ്പാത്തി ചുട്ടെടുക്കുന്നുണ്ടായിരുന്നു. അകത്ത് നമ്മളല്ലാതെ പാനിലും ചപ്പാത്തി ചുടുന്നുണ്ടായിരുന്നു. ഞാനും ചോച്ചുവും കൂടെ ആദ്യം തന്നെ ഒരു പിടി അങ്ങ് പിടിച്ചു. ഇവിടുന്ന് പാത്രങ്ങളായിട്ട് ആകെ കൊണ്ടുപോയേക്കുന്നത് എൻ്റെ ഒരു കുക്കറും പുട്ടുകുറ്റിയുമാണ്. ചിക്കൻ്റെ പാർട്സൊക്കെ ആ കുക്കറിൽ വെച്ച് കറിയാക്കിയെടുത്തു. അങ്ങറ്റത്തെ ബെഡിൽ കൊച്ചുപ്പയും മിനിയാൻ്റെയും പിന്നെ പാറുവും ചോച്ചും, ഇങ്ങറ്റത്തെ ബെഡിൽ പവിഴനും ജെനിഫറും. മേലെ ഉണ്ടായിരുന്ന ഒരു ബെഡിൽ കുക്കുവാലനും, ഒന്നിൽ ഞാനും നിലുവും, പിന്നെ ഇവിടെ കണ്ണമ്മോനും. അപ്പം നമുക്കിനി ഇതിൻ്റെ അടുത്ത പാട്ടിൽ കാണാം. ഗുഡ് നൈറ്റ്.